നമ്മളിവിടെ ഇൻ്റർനാഷണൽ ബുക്കിംഗ് ആണ് ഇവിടെ നോക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ FR പ്ലസ് പേജിൽ പോയി കഴിഞ്ഞാൽ EFR ബുക്കിങ്സിൽ പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റർനാഷണൽ കൊടുക്കുക. കൊറിയർ ടൈപ്പ് നമുക്ക് ഡോക്യുമെൻ്റ് തന്നെ കൊടുക്കാം. കസ്റ്റമർ മൊബൈൽ നമ്പർ ഒരെണ്ണം കൊടുക്കണം. അതിപ്പം കസ്റ്റമറിന് ഇഷ്ടമുള്ള ഏതാണ് മൊബൈൽ നമ്പർ അത് കൊടുക്കാം. എല്ലാ ഇൻ്റർനാഷണൽ കൺസൈൻമെൻറ്റും നമുക്ക് KYC വേണം. കസ്റ്റമർ നോ യുവർ കസ്റ്റമർ എന്നുള്ള കസ്റ്റമറിൻ്റെ കുറേ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. കസ്റ്റമർ എന്തൊക്കെ തരണം എന്നുള്ളത്, ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണം. അത് നമുക്ക് ചെക്ക് ലിസ്റ്റ് നമുക്ക് DTDC തന്നെ കിട്ടും. ഇപ്പോൾ നമ്മളിത് അയക്കാൻ പോണ അഡ്രസ്സ് ഏതൊക്കെയാണെന്ന് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പിൻകോഡ്. നമുക്കിത് ഒമാനിലോട്ട് അയക്കാം. ഒമാനിലെ പിൻകോഡ് 620. ഇത് ഇൻഡിവിജ്വലാണ്. ഒരു ഇൻഡിവിജ്വലിലോട്ട് തന്നെയാണ് അയക്കുന്നത്. അഡ്രസ്സ് നമുക്കിവിടെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ്സ് തന്നെ നമുക്ക് അവിടെ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഫുൾ നെയിം കൊടുക്കണം. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം. ഇവിടെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല കാര്യമായിട്ട്. E-commerce ഷിപ്മെൻ്റ് ഒന്നുമല്ല. അപ്പോൾ നോർമൽ ഷിപ്മെൻ്റ് തന്നെയാണ്. ഈ ബില്ലിംഗ് അഡ്രസ്സ് ഇത് തന്നെ നമുക്ക് കൊടുക്കാം. ഇവിടെ ചെന്നാൽ എത്ര ഗ്രാംസാന്ന് കൊടുക്കാം. നമുക്ക് 200 ഗ്രാംസ് കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് കൊടുക്കണം. നമുക്കത് മെഡിസിൻ വേണ്ട, ലെറ്ററിന് കൊടുക്കാം. ഗെറ്റ് പ്രൈസസ് ആൻഡ് ടൈംസ് കൊടുക്കുക. സോ നമുക്കിങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. ഈ DTDCക്ക് UPSഉം DHLഉം FedExഉം ആയിട്ട് ടൈപ്സ് ഉണ്ട്. അപ്പം നമുക്കിത് DTDCയുടെ ഓണാണ്. ഈ വേൾഡ് വൈഡ് എക്സ്പ്രസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ DTDC തന്നെ ചെയ്യണതാണ്. ഇത് DTDC ത്രൂ UPS ആണ്. ഇത് FedEx ആണ്. ഇത് DHL ആണ്. ഇത് ഫ്ലെക്സ് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയതായിട്ട് തുടങ്ങിയൊരു സർവീസാണ്. സോ ഇതിനകത്ത് നമ്മൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ, കസ്റ്റമറിന് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട്, ഇതെല്ലാം ഓൾമോസ്റ്റ് 1 വീക്ക് എടുക്കും ഡെലിവറിക്ക്. നെക്സ്റ്റ് കൊടുക്കുക. ഇനി അഡീഷണൽ eBay ബില്ലോ ഇൻവോയ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ സമ്മറി നമുക്കിവിടെ കാണാം. ഡിസ്കൗണ്ട്സ് വല്ലതും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ആക്സെപ്റ്റ് ചെയ്യുക. പേയ്മെൻറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് മെത്തേഡ്. പിന്നെ നമുക്ക് C-Note പർച്ചേസ് ചെയ്യണം. C-Note പർച്ചേസ് ചെയ്തിട്ട് C-Note ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്ത് വയ്ക്കണം കുറച്ചെണ്ണം. അപ്പം C-Note പർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി C-Note അവരെടുത്തിട്ട് അവർ ബുക്കിംഗ് ചെയ്തോളും ഓട്ടോമാറ്റിക്കലി.